ദുർമന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് യുവതിയെയും പിഞ്ചുകുഞ്ഞിനെയും ചുട്ടുകൊന്നു. അവളുടെ ഭർത്താവിന്റെ നില ഗുരുതരം. 12 പേർ അറസ്റ്റിൽ. ജാർഖണ്ഡിലെ ചായ്ബാസ എന്ന സ്ഥലത്തെ അവിടെ കുമാർദംഗി, അവിടെയാണ് ഈ ആൾക്കൂട്ട അതിക്രമം നടന്നത്. അവരുടെ ബന്ധു മരിച്ചത് ദുർമന്ത്രവാദം മൂലമാണെന്ന് ആരോപിച്ചാണ് ഈ യുവതിയെയും അവളുടെ കുഞ്ഞിനെയും ജീവനോടെ കത്തിച്ചത്. യുവതിയെയും 1 വയസ്സുള്ള കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. പൊള്ളലേറ്റ യുവതിയുടെ ഭർത്താവ്, അയാൾ പരിക്കുകളോടുകൂടി ചികിത്സയിലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച യുവതിയുടെ ഭർത്താവിന്റെ ഒരു ബന്ധു മരണം സംഭവിച്ചു. അന്ന് രാത്രി ഏതാണ്ട് 12ഓളം പേർ ചേർന്നാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. മരണത്തിന്റെ ഉത്തരവാദിത്വം ഇവരുടെ ദുർമന്ത്രവാദമാണ് എന്നാരോപിച്ച് ബഹളം വെച്ചു. ഇവൾ കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ആ സമയം ഇവളുടെ ശരീരത്തിലേക്ക് ആൾക്കൂട്ടം പെട്രോൾ ഒഴിച്ചു എന്നാണ് ആ ഭർത്താവ് പറയുന്നത്. എന്താണെങ്കിലും പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് തീ കൊളുത്തുന്ന സാഹചര്യം. ആ അമ്മയും കുഞ്ഞും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആളിക്കത്തി തീ. അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഭർത്താവ്. അയാളുടെ നില ഗുരുതരമാണ്. ശരീരം ആസകലം പൊള്ളിയ നിലയിലാണ്. उसका जी को तेल डाल दिया, पेट्रोल और माचिस जला दे, और फिर हम बोलते बोलते उसको भी मेरे को भी तेल डाल दे, और तेरा भी डानी है बोलता है। पहले डानी है बोलता है, अच्छा ठीक है डानी है तो ठीक है, अभी 10 बजे रात है, अब भी थोड़ा पिया है, हम भी पिया है। बोलते कल सुबह सुबह हम बात करेंगे, बोल दिया। कोई भी नहीं माना। नहीं तो कौन देव आएगा, डानी पाएगा तो ठीक है, डानी पाएगा तो हम सुबह सुबह उसको हम कठिन कर देंगे। हम मेरा परिवार को बोल दिया। और शर्ट पहना था, उसको जला दिया, मेरे को भी जला दिया। शायद तो शर्ट तो पूरा ढीला है, उल्टा सीधा ऐसे कर दिया, दोनों हाथ से खुल गए। ഈ പ്രതികളിൽ 12 പേർ അവർ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് കീഴടങ്ങി. അപ്പോഴാണ് പോലീസിന് ഈ സംഭവം നടന്നത് അറിയുന്നത് പോലും. ചെറിയ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട സ്ത്രീ എന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ച് ദിവസങ്ങളായി ആ ഗ്രാമത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ്, ആ സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രചരണമുണ്ടായി. അവിടെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കുൾപ്പെടെ കാരണം മരിച്ച ഈ സ്ത്രീയാണ് എന്നുള്ള ഒരു കഥ തന്നെ പ്രചരിച്ചു. അങ്ങനെ ഒരു പ്രചാരണം നിലനിൽക്കെയാണ് ഈ ബന്ധു മരിക്കുന്നത്. ഈ ബന്ധു മരിച്ച ഉടൻ ബഹളം വെച്ചെത്തിയ അവർ അവളുടെ വീടിനുള്ളിൽ കയറിയാണ് ആക്രമണം നടത്തിയത്. തീ പടർന്നതിനാൽ ആ സ്ത്രീക്കും കുഞ്ഞിനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ പ്രതികളും കുമാർദുംഗി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. सुबह में सूचना इसकी प्राप्त हुई है। कुमारडुंगी थाना क्षेत्र के कलैया गांव में एक घटना रात की जो बताई जा रही है, जिसमें 2 व्यक्तियों की मृत्यु होने की सूचना है और एक व्यक्ति जख्मी है जिनका इलाज अभी हॉस्पिटल में चल रहा है, जिनको यहाँ पे चाईबासा हॉस्पिटल में रेफर किया गया। हम लोग उस पर मॉनिटर कर रहे हैं। जो इसमें संलिप्त अपराधकर्मी है उनको चिन्हित किया गया है। 4 लोगों की अरेस्टिंग इसमें अब तक की गई है और बाकी लोगों के ऊपर हम लोगों का अनुसंधान जारी है। इसमें अनुसंधान सही ढंग से हो, इसके लिए टीम वहाँ पे मौजूद है। हम लोगों के उस क्षेत्र के जो SDPO हैं वो भी घटनास्थल पे उपस्थित हुए थे और वहाँ जाकर के उन्होंने भी छानबीन की है। FSL की टीम वहाँ पे पहुँच रही है और जो संलिप्त व्यक्ति हैं जो इसमें शामिल हैं इस घटना को कारित करने पे, उस पर हम लोगों को अवश्य सज़ा दिलवाएंगे। मैं अपील करना चाहूँगा मीडिया के माध्यम से कि जो समाज में कुप्रथा है उस पे अंकुश लगाने की आवश्यकता है। आज के इस ज़माने में जिन कारणों से इस तरीके की हत्याएं होती हैं, डायन हत्या से संबंधित जो मामले आते हैं, उस पे हम लोगों के द्वारा कई बार अभियान चलाया गया है, जागरूकता अभियान कई गाँव में भी हम लोगों के द्वारा किया गया है।
मैं अपील करना चाहूँगा मीडिया के माध्यम से भी यहाँ के आम जन मानस से कि इस तरीके के घटनाओं में शामिल ना हो, अथवा इसमें कानूनन जो प्रावधान है उसके अनुसार कार्रवाई की जाएगी और कठोरतम जो सज़ा है उसमें कठोरतम कार्रवाई करते हुए आपको दिलाई जाएगी। 12 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക ശ്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാലും ദുർമന്ത്രവാദത്തിന്റെ പേരിലാണ് ആ യുവതിക്ക് ഒപ്പം ആ പിഞ്ചു കുഞ്ഞിന് 1 വയസ്സ് മാത്രമാണ് പ്രായം. അവൾക്കും ജീവനഷ്ടമായത്. ഭർത്താവ് ഗുരുതരാവസ്ഥയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.